ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ 30,000 രൂപയ്ക്ക് സ്മാർട്ട് ഫോണാണ് എന്റെ ഇരിക്കുന്ന ഈ ഒരു മോട്ടോറോയുടെ എഡ്ജ് 60 പ്രോ എന്ന് പറയുന്നത്. ഇത് ഇറങ്ങിയിട്ട് ഒരു വർഷമായെങ്കിലും ഇതിനേക്കാളും നല്ല മികച്ച സ്മാർട്ട് ഫോൺ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാനില്ല. 30,000 രൂപയ്ക്കായ പ്രൈസിലേക്കും കാര്യങ്ങളൊക്കെ കാരണമാണ്. പിന്നെ ഇത് ചെറിയൊരു അൺബോക്സിങ് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ഫോണിന്റെ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാരണം നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ഫോൺ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ UV ഞാൻ നേടിയിട്ടുണ്ട്. നേരെ നമ്മുടെ കയ്യിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലെ UV ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ കേൾക്കാം. അതിന് നമുക്ക് പിന്നെ ബോക്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കേസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ വലിയൊരു ചാർജിങ് ബ്രിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കഴിയും. C2C നമ്മുടെ PD ചാർജറാണ്, പവർ ഡെലിവറി ചാർജറാണെങ്കിൽ ഏകദേശം 90 വാട്ട്സിന്റെ ഒരു പവർ ഡെലിവറി ചാർജർ ഇതിൽ തന്നിട്ടുണ്ട്. സോ ഫാസ്റ്റ് ആയി തന്നെ ചാർജ് ചെയ്യാം. അതിന്റെ കേബിളും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് ഇവിടെയായിട്ട് നല്ലൊരു കേബിളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതായത് 90 വാട്ട്സ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നല്ല ടച്ച് ക്യാമറ കാര്യങ്ങളാണ്. പിന്നെ ഇത് ടർബോ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സ് നമുക്ക് നല്ല പാനൽസ് വരുന്നുണ്ട് ഇതില്. അത് മോട്ടോറോളയുടെ മാത്രമാണ് പാനൽസ്, മറ്റുള്ളത് കിട്ടുന്നില്ല. പിന്നെ കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ബോക്സിലായിട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ ഇതേപോലെ ഇതില് സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ട്. പിന്നെ യൂസർ മാനുവല്, സിം ഇജക്റ്റിംഗ് ടൂള്, സിം കൊടുക്കുന്ന സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന സമയത്ത് UV ഗ്ലൂ പ്രത്യേകം പോകാതിരിക്കാൻ വേണ്ടിയുള്ള സ്ക്രീനാണ്. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള പാക്കേജിങ്ങിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എഴുതി കാണാം, പ്ലാസ്റ്റിക് ഫ്രീ എന്ന് പറയുന്ന ഒരു പാക്കേജിങ് സംഭവത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ കേസ് കൊടുക്കാനെന്നാണ് പറയുന്നത്. അത് വലിയ കുഴപ്പമില്ല. ബാക്കിലാകുമ്പോൾ പോലെ ചാർജർ കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. 90 വാട്ട്സിന്റെ ചാർജർ ഉണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് വരും. സോ ഇതാ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഫോൺ കാര്യങ്ങൾ വരുന്നത്. കിട്ടിയ ഫോണാണ്, രക്ഷയില്ലാതെ ഡിസൈനാണ് ഗൈസ്. സ്ലിം ആൻഡ് സ്ലീക്ക് ഡിസൈനാണ്. ഓണാക്കി നോക്കാം. നമ്മുടെ ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. വീകളിൽ അതെല്ലാം ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ അഴുക്ക് വെച്ചോന്ന് അറിയില്ല. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി കാണിക്കും. വലിയ ക്യാമറ മോഡൽസാണുള്ളത്. ഫോൺ ഇവിടെ ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓണായി വന്നിട്ടുണ്ട് നമ്മുടെ ഫോണ്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓണായി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോണിന്റെ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കർവ്ഡ് ആയിട്ട് വരുന്ന ഒരു POV ഡിസ്പ്ലേ ആണ് നമ്മുടെ ഫോണിൽ തന്നിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഇവിടെ ഡോൾബി അറ്റ്മോസ് എഴുതിയിട്ടുണ്ട്. ഓ, ഇത്രയൊക്കെയാണ് ഫോണിൽ വരുന്നത്. ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. അത് അത്യാവശ്യം സ്മാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് നമ്മൾ കൈവെക്കുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ്. എനിക്ക് നോക്കിയാൽ കാണാം, വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ്. അടിയിലായിട്ടാണ് സിം ട്രേയും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്കും അതിന്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഒരു ഗുഡ് ഫോണാണ്. പിന്നെ UI കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇനി നിങ്ങൾക്ക് 2 വർഷത്തെ അപ്ഡേറ്റ് കൂടിയാണ് ഇതിൽ ലഭിക്കുന്നത്. UI 16 ഇതുള്ളത്. 8GB 256GB റാമിന്റെയും വില വരുന്നത് ഏകദേശം 30,000 രൂപയാണ്. അപ്പോ വേറെ കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് തന്നെ എല്ലാ ആപ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ക്യാമറ വരുമ്പോൾ തന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. സെൽഫി ക്യാമറ 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അത് 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇപ്പുറത്തുള്ളത് അൾട്രാ വൈഡ് ആണ്. അത് ഏകദേശം 50 മെഗാ പിക്സലിന്റെ തന്നെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലാണ്. ഇവിടെ ആയിട്ട് ഫ്ലാഷ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് സെൻസർ കൂടിയുണ്ട്. നമുക്ക് പോർട്രേറ്റ് കഴിഞ്ഞാൽ പോർട്രേറ്റ് നമുക്ക് പല MM ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും.
കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്പ്ലേ കാര്യങ്ങൾ കിഡിലെ ഡിസ്പ്ലേ ആണ് ഗൈസ്. പിന്നെ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ഇത് കേൾപ്പിച്ചു തരാം. Close till I get up. Time is barely on our side. കിഡിലെ സ്പീക്കറാണ്. സ്പീക്കർ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. കിഡിലെ സ്പീക്കറാണ്. കുറെ ജസ്റ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ക്യാമറ വരും. പിന്നെ മറ്റേ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഫ്ലാഷ് വരും. ഇപ്പോ ഇതേപോലത്തെ കുറെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നമ്മൾ ഔട്ട്ഡോർ വന്നിരിക്കുകയാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോറിൽ സൺലൈറ്റിന്റെ ഇതിലൊന്നും യാതൊരു വിഷയമില്ല. കിഡിലൻ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു ക്യാമറയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഷോർട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പറയാൻ മറന്നുപോയെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ഇതേപോലെ HDR വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 4K 30 fps വരെയാണ് ഇതിന്റെ കാപ്പബിലിറ്റി ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതിന്റെ ക്യാമറയിൽ നമുക്ക് വീഡിയോയിൽ ഹൊറൈസൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സാംസങ്ങിലൊക്കെയുള്ള ഫീച്ചറാണ്, ബട്ട് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് മോട്ടോറോളയാണ്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മളല്ലേ ഈ ഒരു ഹൊറൈസൺ ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു വീഡിയോ അനങ്ങില്ല. കാണാം, ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അനങ്ങാതെ എത്ര തലകുത്തനെ മറിച്ചാലും ഈ ഒരു സംഭവം അനങ്ങത്തില്ല അല്ലേ. ഇതാണ് ഇതിന്റെ ഹൊറൈസൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഓക്കെ ഗൈസ്, ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടമായത് നല്ലതാണെന്ന്. അപ്പോൾ ഇനി ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് AI ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് മോട്ടോ AI 2.0 നമുക്ക് ഇവിടെ ഓൺ ആയത്. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ബട്ട് ഇതില് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഇമേജ് സ്റ്റുഡിയോ എന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ ഇമേജ് സ്റ്റുഡിയോയില് നമുക്ക് ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സ്റ്റുഡിയോ കിട്ടും. ഇവിടെ നമ്മൾ ഒരു ചിത്രം ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു ചിത്രം വരച്ചു കൊടുത്ത് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചിത്രം ജനറേറ്റ് ആവുന്നത് ഇവിടെ കാണാം. ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരച്ചു കൊടുത്തതുപോലെ ഒരു ചിത്രം, സൈക്കിളിന്റെ ചിത്രം ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ റിമൈൻഡർ വെച്ച് കുറെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ തരുന്നുണ്ട്. ഇവർ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം, കുറെ AI പരിപാടികളും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഇന്ററാക്റ്റീവ് വാൾപേപ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഇഷ്ടം പോലെ ലൈവ് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ നമുക്ക് ഇതേപോലെ പല എഫക്റ്റ് ആക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇതിൽ ഇതേപോലെ നമുക്ക് റെയിൻ വരുന്നതും പിന്നെ ഇതേപോലെ ഫോൺ ഇതേപോലെ അനക്കുന്ന സമയത്ത് വാൾപേപ്പർ മൂവ് ചെയ്യുന്നത് അതേപോലത്തെ പുറത്ത് വരുന്നത്. ഇതേപോലെ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകുന്ന ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ ആക്കാൻ വേണ്ടി സാധിക്കും. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ ഫോണാണിത്. പിന്നെ 6000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. സോ ഇതിന്റെ ലെതർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രീമിയം അല്ലേ. സൈഡ് ഫ്രെയിമൊക്കെ നമുക്കൊരു മെറ്റൽ ഫിനിഷിൽ വരുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ആണ്. ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ ഡിഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോ ഇതാണ് നമ്മുടെ മോട്ടോറോള Edge 6 Pro. ഇതിന്റെ സ്പെക്കൊക്കെ എഴുതിയിട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നിയാൽ അപ്പൊ പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.